സ്വന്തം കുറവുകളെ ഓർത്ത് സങ്കടപ്പെടുന്നവർക്ക് വേണ്ടി ഇതാ ഒരു മോട്ടിവേഷണൽ സ്റ്റോറി. ഒരിക്കൽ ഒരു കാക്ക ഒരു മരക്കൊമ്പിലിരുന്ന് തൻ്റെ കുറവുകളെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചു കരയുക പതിവായിരുന്നു. കാക്ക എന്നും രാവിലെ ഉറക്കമുണർന്നാൽ ഉടനെ തന്നെ നോക്കി തൻ്റെ കുറവുകളെക്കുറിച്ച് തന്നോട് തന്നെ പറയും, ഞാൻ എത്ര കറുത്തിട്ടാണ്. ഒരിക്കൽ ഈ കാക്ക പല സ്ഥലങ്ങളിലായി പറന്ന് നടക്കാൻ തുടങ്ങി. പല സ്ഥലങ്ങളിലായി പറന്ന് നടന്നപ്പോൾ ആ കാക്ക ഒരു മനോഹരമായ കാഴ്ച കണ്ടു. വെളുത്ത് മനോഹര രൂപിയായ ഒരു അരയന്നം കുളത്തിൽ നീന്തി കളിച്ച് സന്തോഷിക്കുന്നത് കാക്ക കണ്ടു. കാക്കയ്ക്ക് ഭയങ്കര വിഷമമായി. എന്ത് സൗന്ദര്യമാണ് ആ അരയന്നത്തിനുള്ളത്. എനിക്ക് ആ അരയന്നത്തിനെ പോലെ സൗന്ദര്യമില്ലല്ലോ. എൻ്റെ ശരീരം മുഴുവൻ കറുത്തിരിക്കുന്നു. എന്നെ ആർക്കും ഇഷ്ടമല്ല. കാക്കയ്ക്ക് ഭയങ്കര സങ്കടമായി. എങ്ങനെയാണ് ഈ അരയന്നത്തിന് ഇത്ര സൗന്ദര്യം കിട്ടിയത്? അവൾക്ക് എന്ത് സന്തോഷമാണുള്ളത്. കാക്ക പതിയെ അരയന്നത്തിൻ്റെ അടുത്തേക്ക് താഴ്ന്ന് പറന്നിറങ്ങി. കാക്ക അരയന്നത്തിൻ്റെ അടുത്തേക്ക് താഴ്ന്ന് പറന്നിറങ്ങിയിട്ട് അരയന്നത്തിനോട് ചോദിച്ചു, നീ എത്ര സുന്ദരിയാണ്. ദൈവം നിന്നെ എത്ര സൗന്ദര്യത്തോടെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിനക്കൊത്തിരി സന്തോഷമുണ്ടല്ലേ? അരയന്നം കാക്കയുടെ ഈ വാക്കുകൾ കേട്ട് ഒന്ന് പൊട്ടിച്ചിരിച്ചു. അരയന്നം പറഞ്ഞു, അതെ, ഞാൻ സുന്ദരിയാണ്. അരയന്നം പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ സുന്ദരിയാണ്. മയിലിനെ കാണുന്നത് വരെ എനിക്കങ്ങനെയായിരുന്നു തോന്നിയത്. പക്ഷേ ആ മയിലിനെ നീ ഒന്ന് ചെന്ന് ശ്രദ്ധിച്ച് നോക്കൂ. എന്തൊരു സൗന്ദര്യമാണ് മയിലിന് ദൈവം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കാക്ക മയിലിനെ തേടി യാത്രയായി. ഒരുപാട് യാത്ര ചെയ്ത് കാക്ക അവസാനം മയിലിൻ്റെ അടുത്തെത്തി. മയിലിനെ കണ്ട് കാക്കയുടെ കണ്ണുകൾ വിടർന്നു. അരയന്നം പറഞ്ഞതുപോലെ മയിൽ എത്ര സുന്ദരിയാണ്, എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ പീലികൾ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പീലികൾ വിടർത്തി അതിന് ഡാൻസ് കളിക്കാൻ കഴിയും. എന്ത് ഭാഗ്യവതിയാണ് മയിൽ. ഈ ഞാൻ മാത്രം കാക്കയുടെ തുണ്ട ഇടറി. എനിക്കൊരു സൗന്ദര്യവുമില്ല, ഒരു കഴിവുകളുമില്ല. ആർക്കും എന്നെ ഇഷ്ടമല്ല. എവിടെ ചെന്നാലും എന്നെ എറിഞ്ഞു ഓടിക്കുകയാണ്. ഞാൻ എന്തൊരു ഭാഗ്യം കെട്ടവളാണ്. കാക്ക സ്വയം വീണ്ടും തന്നോട് തന്നെ പറഞ്ഞു. അവസാനം കാക്ക മയിലിൻ്റെ അടുത്തേക്കെത്തി. നീ എത്ര സുന്ദരിയാണ്, നിന്നെ എത്ര സൗന്ദര്യത്തോടെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യശാലി. മയിൽ പറഞ്ഞു, അതെ, നീ പറഞ്ഞത് ശരിയാണ്. ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യശാലി. ഏറ്റവും സൗന്ദര്യമുള്ളത് ഞാനാണ്. പക്ഷേ എനിക്ക് നിന്നെപ്പോലെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പറന്ന് സഞ്ചരിക്കുവാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല. എൻ്റെ സൗന്ദര്യം കാരണം എന്നെ ഈ കൂട്ടിൽ മറ്റുള്ളവരുടെ പ്രദർശന വസ്തുവായി ഈ കൂട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ്. എനിക്ക് ഒരു കാക്കയെപ്പോലെ ജന്മം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. നിനക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ യാതൊരു വിലക്കുമില്ലാതെ നിനക്ക് സ്വാതന്ത്ര്യത്തോടെ ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുവാനും സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും ഒക്കെ കഴിവുള്ള എത്രയോ ഭാഗ്യകരമായ ജീവിതമാണ് നിൻ്റേത്. ഞാനൊരു കാക്കയായി ജനിച്ചിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ആശിച്ചു പോയിട്ടുണ്ട്.
ഇത് കേട്ട ഉടനെ കാക്ക തന്നെ തന്നെ ഒന്ന് നോക്കി, തൻ്റെ കഴിവുകളിലേക്ക് നോക്കി, തൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നോക്കി. കാക്ക ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്നെ കാക്കയായി സൃഷ്ടിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയില്ലായ്മ, എൻ്റെ കഴിവുകളെക്കുറിച്ചുള്ള എൻ്റെ അറിവില്ലായ്മ, ഞാനില്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് എൻ്റെ ഇത്രയും കാലം നഷ്ടപ്പെട്ടു പോയല്ലോ. കാക്കയ്ക്ക് ഒത്തിരി സങ്കടമായി. അവിടെ നിന്ന് കാക്ക പറന്ന് സന്തോഷത്തോടെ പറന്ന് പോയി. പിന്നെ കാക്ക ഒരിക്കലും തൻ്റെ കുറവുകളെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യരായ നമ്മൾ പലപ്പോഴും ഇങ്ങനെയാണ്. സ്വന്തം കഴിവുകളെക്കുറിച്ച് കാണാതെ ഇല്ലായ്മയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് മറ്റുള്ളവരുടെ നന്മകൾ മാത്രം കണ്ട് അതെനിക്കില്ലല്ലോ എന്നോർത്ത് എപ്പോഴും ദുഃഖിതരായിരിക്കുന്ന മനുഷ്യർക്ക് ഈ കാക്കയുടെ തിരിച്ചറിവ് ഒരു പാഠമായിരിക്കട്ടെ.